നൗഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാൻഹോളിലെ ദുരന്തത്തിന് ശേഷം മരിച്ചു പോകുമ്പോൾ അത് ഒരു മുസ്ലിം ആയാൽ മാത്രമാണ് ഇവിടെ മരിക്കാൻ കഴിയുക, മരിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവുക എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തത് ആരാണ്? അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. VM സുധീരൻ കേസ് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ VM സുധീരൻ കേസ് കൊടുക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുന്നുണ്ട്. ഇത് സമീപകാല ചരിത്രമാണ്. കേരളത്തിൽ സമാന സ്വഭാവമുള്ള പ്രസ്താവന ഇപ്പോഴും നടത്തുമ്പോൾ പാർട്ടിയുടെ പ്രതികരണം, CPMന്റെ പ്രതികരണം ദുർബലമാണ് എന്ന് വിലയിരുത്തിയാൽ അത് കുഴപ്പമാവുമോ? അത് നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ വിലയിരുത്താം. ഞങ്ങൾക്ക് ആ വിലയിരുത്തലിൻ്റെ കാര്യമായിട്ട് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. CPIMൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുക, അതിന് വർഗീയമായ ചൊവ്വ ഉപയോഗിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അന്നുമില്ല, ഇന്നുമില്ല. യോജിപ്പില്ലായ്മ മാത്രമേ ഉള്ളൂ, ഒരു പ്രതിഷേധം അതിലില്ല. അല്ലേ, യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ അത് പ്രതിഷേധമല്ലേ? യോജിപ്പില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? അതിനോട് യോജിച്ച് നിൽക്കുമ്പോഴല്ലേ അതിൽ ഒപ്പം ചേരുക. ഞങ്ങളതിനെ എതിർക്കുക തന്നെയാണ്. അതിൻ്റെ ആ നിലപാടിനോട് യോജിപ്പില്ല. തീർച്ചയായും. എന്തായാലും വെള്ളാപ്പള്ളി കേസ് കൊടുക്കുന്നതിനെല്ലാം പിന്നിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നേ ഉള്ളൂ. ആ കേസിൻ്റെ സ്ഥിതിയും ആ കേസ് ആ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി എല്ലാം കൈകാര്യം ചെയ്ത് കേസ് എന്തായി എന്നുള്ളത് എന്താ പറയാതെ അല്ല, തീർച്ചയായും. പക്ഷേ അതൊരു സമീപനമാണ്. ഒരു സമീപനം എന്ന നിലയ്ക്ക് ഞാനിതിപ്പോ ആ കാര്യത്തിലെ പറഞ്ഞത് അത് ആളെ നിങ്ങളെ മാധ്യമങ്ങളെയും ജനങ്ങളെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രചരണ തന്ത്രമാണ്. അത് മാധ്യമങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ കേരള തൊഗാഡിയ പിണറായി വിജയൻ വിളിച്ചതിനെയും ഷൈലോക്ക് എന്ന് VS അച്യുതാനന്ദൻ വിളിച്ചതിനെയും മാധ്യമങ്ങൾ അങ്ങനെ തന്നെ കാണണമെന്നാണോ മാഷ് പറയുന്നത്? മാറുന്നു. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനത് ശക്തിയായി എതിർത്തല്ലോ. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞാൻ വൃത്തിയാക്കിയല്ലോ. അതിപ്പോൾ ആര് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അത് ഇന്നയാൾ നിന്നുള്ളില്ല. ആര് പറഞ്ഞാലും പരാമർശങ്ങളൊന്നും ഈ സമൂഹത്തിന്റെ മതനിരപേക്ഷ ഉള്ളടത്തിന് യോജിച്ചതല്ല.